കാൻ ചലച്ചിത്രമേളയിൽ മലയാള സിനിമയ്ക്ക് അഭിമാനമായി കനി കുസൃതിയും ദിവ്യപ്രഭയും ഹൃദു ഹാറൂണും. പായൽ കപാഡിയ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രത്തിന്റെ പ്രദർശനത്തോട് അനുബന്ധിച്ചാണ് ഇവർ കാനിലെത്തിയത്. പായൽ കപാഡിയയ്ക്കൊപ്പം എത്തിയ കനിയും ദിവ്യയും യുവതാരം ഹൃദു ഹാറൂണും ഉൾപ്പെടെയുള്ളവർ ഡാൻസ് കളിച്ചുകൊണ്ടാണ് കാനിന്റെ റെഡ് കാർപ്പറ്റ് കീഴടക്കിയത്. താരങ്ങളുടെ കാനിലെ ചിത്രങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു. 30 വർഷങ്ങൾക്കു ശേഷം കാൻ ചലച്ചിത്രമേളയിലെ മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച ഇന്ത്യൻ സിനിമയാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. 1994 ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത സ്വം ആണ് ഇതിനു മുന്നേ ഇന്ത്യയിൽ നിന്നും കാൻ ഫെസ്റ്റിവൽ മത്സര വിഭാഗത്തിൽ യോഗ്യത നേടിയ ചിത്രം. ഗ്രാൻഡ് ലൂമിയർ തിയേറ്ററിലായിരുന്നു ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റിന്റെ പ്രീമിയർ സംഘടിപ്പിച്ചത്. സിനിമ പൂർത്തിയായ ശേഷം കാണികൾ 8 മിനിറ്റോളമാണ് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചത്. നിറകണ്ണുകളോടെയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഈ അംഗീകാരത്തെ നെഞ്ചേറ്റിയത്. താരങ്ങളോടൊപ്പം രണബീർ ദാസ്, ജൂലിയൻ ഗ്രാഫ്, സീക്കോ മൈത്ര, തോമസ് ഹക്കീം എന്നിവരും റെഡ് കാർപ്പറ്റിലെത്തിയിരുന്നു. നിരവധി പേർ ദിവ്യപ്രഭയുടെയും കനി കുസൃതിയുടെയും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം താരങ്ങളുടെ ഔട്ട്ഫിറ്റും ചർച്ചയായി കഴിഞ്ഞു. ഐവറി നിറത്തിലുള്ള ഗൗണായിരുന്നു കനി കുസൃതിയുടെ ഔട്ട്ഫിറ്റ്. കനിയുടെ കയ്യിലുണ്ടായിരുന്ന ബാഗിനും പ്രത്യേകതകളുണ്ടായിരുന്നു. പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തണ്ണിമത്തന്റെ ഡിസൈനാണ് ഈ ബാഗിന് നൽകിയിരുന്നത്. കനി ഈ ബാഗും പിടിച്ചു നിൽക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ബ്രൗൺ നിറത്തിലുള്ള ഷർട്ട് ടൈപ്പ് ഗൗൺ ധരിച്ച് അതീവ ഗ്ലാമറസായാണ് ദിവ്യപ്രഭ റെഡ് കാർപ്പറ്റിലെത്തിയത്. ഐവറി നിറത്തിലുള്ള കുർത്തയും മുണ്ടുമായിരുന്നു ഹൃദു ഹാറൂണിന്റെ ഔട്ട്ഫിറ്റ്. ഇന്ത്യൻ താരങ്ങൾക്ക് ആവേശ സ്വീകരണമാണ് കാൻ ഫെസ്റ്റിവലിൽ ലഭിച്ചത്. പ്രഭ എന്ന നഴ്സിന്റെ കഥയാണ് ചിത്രം പറയുന്നത്. ഇന്തോ ഫ്രഞ്ച് സംയുക്ത നിർമ്മാണ സംരംഭമാണ് ചിത്രം. മുംബൈയിൽ താമസിക്കുന്ന 2 നഴ്സുമാരായ പ്രഭയുടെയും അനുവിന്റെയും അവരുടെ ബന്ധങ്ങളിലെ ചില പ്രശ്നങ്ങളുമാണ് ചിത്രത്തിൽ. കാൻ മത്സരത്തിൽ സിനിമ പ്രദർശിപ്പിക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ സംവിധായകയാണ് കപാഡിയ. കാനിൽ ചരിത്ര വിജയം നേടുമോ ഈ ഇന്ത്യൻ ചിത്രം എന്ന കാത്തിരിപ്പിലാണ് സിനിമാ ആസ്വാദകർ.